ഗൈസ്, ജൂലൈ എന്ന് പറയുന്ന മാസം ഐസ്ക്രീം മന്ത് ആണ്. സോ നിങ്ങൾക്ക് ഐസ്ക്രീം ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു എക്സ്പെരിമെന്റ് ആണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഞാൻ 4 ഡിഫറെന്റ് ഫ്ലേവേഴ്സ് ആയിട്ടുള്ള ഐസ്ക്രീം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഫ്ലേവേഴ്സ് ആണ് എന്റെ ഹസ്ബൻഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ഗസ് ചെയ്യാൻ പോകുന്നത്. സോ എന്തായാലും നോക്കാം വെദർ ഹി വിൽ ബി ഏബിൾ ടു ഗസ് ഇറ്റ് ഓർ നോട്ട്. സോ ആദ്യത്തെ ഫ്ലേവർ എന്താണ് ഞാൻ കൊണ്ടുവരാം. സോ ഇതാണ് ആദ്യത്തെ ഫ്ലേവർ. സോ ഇത് കഴിച്ചിട്ട് എന്തായാലും ഗസ് ചെയ്ത് പറ എന്താണ്. എന്തൊക്കെയാണ് തോന്നുന്നത്? എന്തൊക്കെ എലിമെന്റ്സ് ഉണ്ട് ഇതില്? ഫെമിലിയർ ഫ്ലേവർ, പക്ഷെ എന്താണ് എനിക്ക് മനസ്സിലാവില്ല. ഇലൈച്ചി, ഓക്കെ, ഒരു എന്താ പറയാ, ഒരു മസാല, മിക്സ് മസാല, മസാല ചായ. സോ ഇത് മസാല ചായ ഐസ്ക്രീം ആണ്. സോ എന്തായാലും നിങ്ങൾ ഇതിന്റെ റെസിപ്പി കണ്ടിട്ട് വരൂ. മസാല ചായ ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ക്ലോവ്സ്, ആനി സീഡ്സ്, ഇലൈച്ചി, ജിഞ്ചർ, പെപ്പർകോൺ, ടേമറിക്, സിനമൺ പൗഡർ, പിന്നെ ഈ ടീ ബാഗ്സും ആണ് എടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ നോർമലി ആയിട്ട് നമ്മൾ പാൽ എങ്ങനെയാണ് തിളപ്പിക്കുന്നത്, തിളപ്പിച്ച് ചായ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. അതിൽ നമുക്ക് ഈ എല്ലാം മസാലാസും പൊടിച്ചിട്ട് അതിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. അത് കുറച്ച് തിളച്ച് വരുമ്പോഴേക്കും അതെടുത്തിട്ട് അത് തണുത്ത് കഴിയുമ്പോൾ മാത്രമേ നമുക്ക് ആ ഐസ്ക്രീം ട്രേയിലേക്ക് ഒഴിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് ഉരുകിപ്പോവും. സോ ഈ ഫ്ലേവർ എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ഫ്ലേവർ ആണ്. ചോക്ലേറ്റ് കഴിച്ച് നോക്കിപ്പാ. Of course, പുളി. സോ ഇത് ഇഷ്ടമായോ ഈ ഫ്ലേവർ? എന്താണ് അഭിപ്രായം? സമ്മർ സീസണിലൊക്കെ നല്ല കുട്ടികൾക്കും ഇഷ്ടാവുന്ന ഒരു ഫ്ലേവർ ആണ്. എന്തായാലും കഴിച്ചോടെ. ഇൻട്രസ്റ്റിംഗ് ഫ്ലേവർ. നല്ല പുളിയുണ്ട്. ഇത്തിരി മധുരം കൂടി ചേർക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. സോ ഇതിന്റെ റെസിപ്പി കണ്ടിട്ട് വരൂ. ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ഐസ്ക്രീം റെസിപ്പിയാണ്. ചൂടുവെള്ളം എടുത്തിട്ട് നമ്മുടെ പുളിനെ സോക്ക് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ പഞ്ചസാരയും ഇതിൽ മിക്സ് ചെയ്തിട്ട് വെക്കുക. ചൂടുള്ള വെള്ളത്തിൽ ഈസി ആയിട്ട് പഞ്ചസാര മിക്സ് ആവും. അതെല്ലാം മിക്സ് ആയി കഴിഞ്ഞിട്ട് ചൂടാറി കഴിഞ്ഞിട്ട് വേണം അതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഫ്ലേവർ ഇന്റർനെറ്റ് തരംഗമാക്കിയ ഒരു ഫ്ലേവർ ആണ്. കുറെ പേര് ഇതിനെ പറ്റിയിട്ട് ഇന്റർനെറ്റിൽ ഈ ഒരു ഐസ്ക്രീം ഫ്ലേവറിനെ പറ്റിയിട്ടുണ്ട്. സോ എന്തായാലും കഴിച്ചിട്ട് ലുക്സ് ഗുഡ്. നല്ല ഫ്ലേവർ ആണെന്ന് തോന്നുന്നു. കഴിച്ചിട്ട് വരാം. Oh my god. What the hell is this? എന്താണെന്ന് ഗസ് ചെയ്യും. ക്യാരറ്റ് അല്ല, എരിവുണ്ട്. It's a little spicy, sweet. Give up. ഷവർമ ഒന്നല്ല, അത്രയും വിയർഡ് ആയിട്ടുള്ള ഫ്ലേവേഴ്സ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. സോ യു ഗിവ് അപ്പ്. സോ ഈ ഒരു ഫ്ലേവർ എന്ന് പറയുന്നത് ഹോട്ട് ചീറ്റോസ്. ഇഷ്ടപ്പെട്ടത്? ഇഷ്ടപ്പെട്ടില്ല? ഡിഫറെന്റ് ആയിട്ടുള്ള ഫ്ലേവർ ആണ്. നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെങ്കിൽ ട്രൈ ചെയ്യാം. അത്രയ്ക്ക് എരിവൊന്നുമില്ല. എന്തായാലും ഇതിന്റെ റെസിപ്പി കണ്ടിട്ട് വരും. ഹോട്ട് ചീറ്റോസ് റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഒബ്വിയസ്ലി ഹോട്ട് ചീറ്റോസ് വേണം. ഞാനിവിടെ ചെറിയ പാക്കറ്റാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ കണ്ടൻസ്ഡ് മിൽക്കും പാലും വാനില എസൻസുമാണ് വേണ്ടത്. നോർമലി നമ്മളുടെ ചീറ്റോസ് ഈ ഒരു കല്ലിലിട്ടിട്ട് ഒരു ചെറിയ ഇതിലിട്ടിട്ട് ഇടിച്ചെടുക്കുക ആണ് ചെയ്യുന്നത്. സോ അത് ഭയങ്കര പൗഡർ ആയിട്ടുള്ളൊരു ടെക്സ്ചർ ആയിരിക്കണം. എന്നിട്ട് അത് ചൂടുള്ള പാലിൽ മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അതിനെ തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് മിക്സ് ആയി കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ഫ്ലേവേഴ്സ് ആ പാലിലേക്ക് വരും. എന്നിട്ട് കണ്ടൻസ്ഡ് മിൽക്കും വാനില എസൻസ് ഇട്ടിട്ട് അതിനെ ഒന്ന് ആറ്റാൻ വേണ്ടിയിട്ട് വെക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഐസ്ക്രീം കോണിലേക്ക് ഇടാൻ പറ്റും. സോ ഇതാണ് നാലാമത്തെ ആൻഡ് ഫൈനൽ ഫ്ലേവർ. കഴിച്ചിട്ട് പറ. Looks like watermelon or raspberry. അതല്ല. What the hell is this? Guess. Grapefruit. No. It's not grapefruit. Is it close? Close ഒന്നല്ല. ക്ലോസിന് എങ്ങനെയാ റെഡ് കളർ വരുന്നത്? Close. Is it close to grapefruit? അല്ലല്ല, grapefruit അല്ല. I don't know. So ഈ ഫ്ലേവർ ആണ് ഹിബിസ്കസ് ഐസ്ക്രീം. Oh my goodness. എങ്ങനെയാണ് ഹിബിസ്കസ് ഐസ്ക്രീം? ഇഷ്ടപ്പെട്ടോ? Different. പുളിയായിട്ട് ടേസ്റ്റ് ആണ്, പക്ഷെ അത്ര മധുരമില്ല. എന്തായാലും ഇൻട്രസ്റ്റിംഗ്.
ഹിബിസ്കസ് എന്ന് പറയുന്നത് കുറച്ച് പുളിയായിട്ടുള്ള ഒരു സംഭവമാണ്. സോ എന്തായാലും നിങ്ങൾ ഇതിന്റെ റെസിപ്പി കണ്ടു നോക്കൂ, ഞാൻ അതുവരെയ്ക്ക് ആസ്വദിക്കാം. ഹിബിസ്കസ് ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹിബിസ്കസ് ടീൻ്റെ സാഷ് നിങ്ങൾക്ക് കിട്ടും, ലിപ്ടണിൻ്റെ. അതേപോലെ തന്നെ ഷുഗറും ലെമനും ആണ്. ഹിബിസ്കസ് ടീ എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ക്രാൻബെറി ജ്യൂസ് നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ആ രീതിയിലായിട്ടുള്ളൊരു ഫ്ലേവറാണ്, ഭയങ്കര ടാർട്ടായിട്ടുള്ളൊരു ഫ്ലേവറാണ്. എന്നാൽ പിന്നെ പക്ഷെ അത് ടീ രൂപമായിട്ട് കുടിക്കുന്നത് നല്ല ഹെൽത്തിനും നല്ലതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ലെമൺ ജ്യൂസ് ഒഴിക്കുകയാണെങ്കിൽ നല്ല പുളിരസം നല്ലതായ രീതിയിൽ കിട്ടും. പിന്നെ ഷുഗർ ഇടുന്നുണ്ട്. അത് നല്ല രീതിയിൽ ചൂടുവെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ആ നല്ല റെഡ് കളർ, ക്രിംസൺ റെഡ് കളർ വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആൻഡ് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ഐസ്ക്രീം കോണിലേക്ക് ഇടാൻ പറ്റും. സോ എന്തായാലും ചോദിച്ചു നോക്കാം, ഈ 4 ഐസ്ക്രീമിന് ഏത് ഐസ്ക്രീമാണ് ഇഷ്ടപ്പെട്ടത്? മൈ ഫേവറേറ്റ് would be പുളി. കാരണം എനിക്ക് പുളി ഇഷ്ടമാണ്. എനിക്ക് അറിയായിരുന്നു ആദ്യം തന്നെ ടാമറിൻഡ് ഐസ്ക്രീം ഇഷ്ടപ്പെടും എന്ന് തന്നെ. പക്ഷെ എനിക്ക് തോന്നിയത് നിനക്ക് ചിലപ്പോൾ മസാല ചായന്റെ ഇഷ്ടമാവുന്ന വിചാരിച്ചു. മസാല ചായ comes close second. സോ ഈ 4 റെസിപ്പീസും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് അങ്ങനെ ക്രേസി എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ആൻഡ് ഡു ഗിവ് ഇറ്റ് യുവർ ഹസ്ബൻഡ്, ഫാമിലി മെമ്പേഴ്സ്, കുഞ്ഞുകുട്ടികൾക്കും കഴിക്കാം. അവർക്കൊരു പുളിരസമുള്ള ഒക്കെ ഐസ്ക്രീം ആണെങ്കിൽ, പുളിയുടെ ഐസ്ക്രീം ഒക്കെ ആണെങ്കിൽ അവർക്കും കഴിക്കാൻ പറ്റും. സമ്മേഴ്സിന് നല്ലതാണ്. സോ ഈ സമ്മേഴ്സിൽ മേക്ക് യുവർ സമ്മേഴ്സ് ഇൻട്രസ്റ്റിംഗ്. ആൻഡ് അൺടിൽ നെക്സ്റ്റ് ടൈം, ബൈ ബൈ. Bye.